അടുത്ത റിപ്പോർട്ടിലേക്കാണ്. വൻ തുക ചെലവിട്ട് നവീകരിച്ചിട്ടും കണ്ണൂർ കക്കാട് പുഴ മാലിന്യവാഹിനിയാണ്. കയ്യേറ്റവും മാലിന്യങ്ങളുടെ ആധിക്യവും മൂലം പുഴയുടെ ഒഴുക്കടക്കം നിലച്ച അവസ്ഥയിലാണ്. രണ്ടാം ഘട്ട പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും പുഴയുടെ വീണ്ടെടുപ്പ് കടലാസിൽ മാത്രമാണ്. കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ തയ്യാറാക്കിയ റൈഡിംഗ് റിപ്പോർട്ട് കാണാം. കണ്ണൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട നീർത്തടമാണ് കക്കാട് പുഴ. മാലിന്യവും കയ്യേറ്റവും പുഴയെ നശിപ്പിച്ചതോടെ വീണ്ടെടുക്കാനായി 1 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി കണ്ണൂർ കോർപ്പറേഷൻ. പക്ഷേ കടലിൽ കായം കലക്കിയതുപോലെയാണ് കാര്യങ്ങൾ. എന്താണ് കക്കാട് പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഒന്ന് പരിശോധിക്കാം. അതിജീവനത്തിനായുള്ള കക്കാട് പുഴയുടെ പോരാട്ടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രൗഢമായ ഭൂതകാലം പക്ഷേ കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും കവർന്നെടുത്തു കഴിഞ്ഞു. കരളെ കറന്നെടുക്കൂ എന്റെ സിരയിലൂടൊഴുകുന്ന പോയ കാലങ്ങൾ. 2 വർഷം മുൻപ് 1 കോടി രൂപ വകയിരുത്തിയാണ് കണ്ണൂർ കോർപ്പറേഷൻ പുഴ വീണ്ടെടുക്കാനുള്ള പദ്ധതി ആരംഭിച്ചത്. കാര്യങ്ങൾ പക്ഷേ ഇപ്പോഴും പഴയപടി തന്നെ. പല പദ്ധതികളും ഇതേപോലെ കോടികൾ ചെലവഴിക്കുക. നമ്മൾ ഖജനാവിൽ നിന്ന് കോടികൾ പൊതുജനത്തിൻ്റെ പൈസ ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിച്ചതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ ഗുണഫലം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും തുടർച്ചയായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാനും ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കില്ല എന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ കാണുന്നില്ലേ എന്താണ് അവസ്ഥ? ഒരു നല്ലൊരു പുഴയാണ്. ഈ പുഴക്കയുടെ ചരിത്രമൊക്കെ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇതുകൊണ്ടൊന്നും തീരുകയൊന്നും ചെയ്യില്ല. ഇത്രയും ഗതികെട്ട ഒരു മാലിന്യ നയം നമുക്ക് വേറെ എടുക്കണം. ഒരു നഗരത്തിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ജനങ്ങൾ എവിടെ കൊണ്ടുപോയി തള്ളണം? നിങ്ങൾ സ്വന്തം നിലയിൽ സംസ്കരിക്കാൻ പറയുന്നു. എവിടെ? ഇത് ജനങ്ങൾക്കുള്ള ന്യായീകരണമല്ല. ഞാനും നിങ്ങളും തന്നെയാണ് ഈ മാലിന്യങ്ങളിവിടെ കൊണ്ടുവിടുന്നത്. എല്ലാവരും മേയറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ MLA എല്ലാം കൊണ്ടുപോയി തള്ളുന്നത്. എൻ്റെ നാട്, എൻ്റെ പുഴ, എൻ്റെ അന്തരീക്ഷം അത് നിലനിർത്തേണ്ടത് എൻ്റെയും എൻ്റെ വരുന്ന തലമുറയുടെയും ബാധ്യതയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ഇതിൽ ഭരിക്കുന്നവർക്കും ഉത്തരവാദിത്വമുണ്ട്, നമ്മൾക്ക് ഉത്തരവാദിത്വം. ഭരിക്കുന്നവർക്ക് ഈ നാട്ടുകാർ ചലിപ്പിക്കണം. കക്കാടുള്ള നാട്ടുകാരുടെ ആവശ്യമാണിത്. ഈ പുഴ നല്ലൊരു ജലസ്രോതസ്സായിട്ട് നിലനിർത്തേണ്ടത്. നമ്മുടെ എല്ലാ പാരിസ്ഥിതിക ആഘാതം അടക്കമുള്ള പല പ്രശ്നങ്ങൾ ഭാവിയിൽ വരും. ഭാവിയിൽ മറ്റൊരു പഠനത്തോടാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇതാ കാണുന്നത്. അതിൻ്റെ മുന്നോടിയാണിത്. ഒരു കോടിയുടെ 1ാം ഘട്ട നവീകരണത്തിന് പിന്നാലെ 4 കോടി രൂപയുടെ 2ാം ഘട്ട പദ്ധതി വാഗ്ദാനം. ഒന്നും പക്ഷേ നടക്കുന്നില്ലെന്ന് മാത്രം. രജേഷ്, പുഴയോരത്ത് കോർപ്പറേഷന്റെ നല്ല CCTV ക്യാമറയൊക്കെ ഉണ്ട്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വണ്ടി പോകുന്നത് മാത്രമേ കിട്ടുള്ളൂ. മാലിന്യം ഇടുന്നവർക്ക് ഇട്ടിട്ട് പോകാം ധൈര്യത്തോടെ. പുഴയുടെ ദൃശ്യങ്ങളൊന്നുമില്ല. ഈ റോഡിന്റെ ദൃശ്യങ്ങൾ, അത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇതിൽ പതിയുന്നത്. അതാണ് CCTV ക്യാമറയുടെ അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 85 ലക്ഷം രൂപ മുതലിട്ട് എന്ത് മുതൽ ഇവിടെ കിട്ടിയത്? അപ്പോൾ ഇതിൽ തികച്ചും പറഞ്ഞ ഒരു അഴിമതിയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ 1 കോടി രൂപ ഈ പുഴയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ കക്കാട് പുഴ ഇപ്പം നിലവിലില്ല, അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. കാട്ടാമ്പള്ളി ഡാം തുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം വരും, അല്ലാതെ ഒരിക്കലും കക്കാട് പുഴയിലേക്ക് വെള്ളം വരാൻ സാധ്യതയില്ല. ഇവിടെ എല്ലാം അനധികൃത മതിലുകളും ബിൽഡിങ്ങൊക്കെ വന്നു കഴിഞ്ഞു. ഇനി പുഴ ഉണ്ടായിരിക്കില്ല. ആ പുഴയ്ക്ക് വേണ്ടിയാണ് ഓരോ കൊല്ലവും കോർപ്പറേഷൻ 1 കോടി 2 കോടി ചെലവിടുന്നു. പക്ഷേ ആ ചെലവിടുന്നത് നമുക്ക് നാട്ടുകാർ കാണുന്നില്ല. ഇവിടെ എന്തിനു വേണ്ടി ചെലവിടുന്നു, എത്രമാത്രം പണം ചെലവഴിച്ചു എന്നതിന് യാതൊരു തെളിവുമില്ല. വിവരാവകാശം പറയുന്നതാണ്. കാലാകാലങ്ങളിൽ വൻതുക ഇങ്ങനെ ചെലവഴിക്കും. ഫലരഹിതമാണെന്ന് മാത്രം. ശാസ്ത്രീയ ആസൂത്രണമോ ദീർഘവീക്ഷണമോ ഇല്ലെന്നത് പ്രകടം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ.